നമസ്കാരം. ഭാരതം പാകിസ്ഥാനുമായി യുദ്ധത്തിലാണ്. കാശ്മീരിന്റെ പേരിൽ ഭീകരവാദ രാഷ്ട്രമായ പാകിസ്ഥാൻ നിരവധി തവണയാണ് ഈ മണ്ണിൽ ഭീകരാക്രമണം നടത്തിയിരിക്കുന്നത്. പക്ഷേ പഹൽഗാമിൽ അവർക്ക് പിഴച്ചു. നിരായുധരായ 26 പേരെ ബന്ധുക്കളുടെ മുന്നിലിട്ട് വെടിവെച്ചു കൊന്ന ഭീരുത്വം ലോകമെമ്പാടും അപലപിക്കപ്പെട്ടു. ഭാരതത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കടുത്ത ശബ്ദത്തിൽ പറഞ്ഞു, അവർ എവിടെ ഒളിച്ചാലും അവിടെ എത്തി ഇതിന് ഞങ്ങൾ എണ്ണി എണ്ണി പ്രതികാരം ചെയ്തിരിക്കും. 7-ാം തീയതി വെളുപ്പിന് ഇന്ത്യയിൽ നിന്നും പറന്നുയർന്ന ഡ്രോണുകളും ഫൈറ്റർ ജെറ്റുകളും ഭീകരരുടെ 9 താവളങ്ങൾ ചാമ്പലാക്കി. IC-814 വിമാന റാഞ്ചലിന്റെ മുഖ്യ സൂത്രധാരനും ജെയ്ഷെ മുഹമ്മദിന്റെ സ്ഥാപകനുമായ മസൂദ് അസറിന്റെ അനുജൻ അബ്ദുൾ റൌഫ് അസറും ഈ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു. ഓരോ ഭാരതീയന്റെ മനസ്സിലും അന്ന് കത്തിയത് പ്രതികാരത്തിന്റെ തീജ്വാലകളായിരുന്നു. പിന്നീട് സാമൂഹ്യ മാധ്യമങ്ങളിൽ നിറഞ്ഞത് ഇന്ത്യയുടെ കരുത്തിന്റെ നിശ്ചയദാർഢ്യത്തിന്റെയും കഥകളായിരുന്നു. വളരെ വൈകാതെ തന്നെ വ്യത്യസ്തമായ പോസ്റ്റുകളും പ്രത്യക്ഷപ്പെട്ടു. 26 പേരെ കൂട്ടക്കൊല ചെയ്തപ്പോൾ അല്പം പോലും സങ്കടം പ്രകടിപ്പിക്കാതിരുന്ന അർബൻ നക്സലുകളും ടുക്കഡെ ഗ്യാങ്ങുകളും സമാധാനത്തിന്റെ വെള്ളരിപ്രാവുകളെ പറത്തുവാനുള്ള ഒരുക്കത്തിലായിരുന്നു. പതിവ് പോലെ അവർ പറഞ്ഞു, യുദ്ധം ഒന്നിനും പരിഹാരമല്ല, മനുഷ്യനാണ് പ്രാധാന്യം. ഭീകരർ കാണിച്ച തെറ്റ് നമ്മൾ ആവർത്തിക്കുന്നു. ഇന്ത്യക്കെതിരെ ആക്രമണങ്ങൾ നടക്കുമ്പോൾ, രാജ്യത്തിലെ പൗരന്മാരുടെ ചോര ചീന്തുമ്പോൾ ഒരു വാക്കുപോലും ഉച്ചരിക്കാത്ത ഇത്തരം തെമ്മാടിക്കൂട്ടങ്ങൾ ഭീകരതയ്ക്കെതിരെ രാജ്യം കർശനമായ നടപടികൾ എടുക്കുമ്പോൾ സമാധാനത്തിന്റെ വെള്ളത്തുണി വീശുന്നത് ആരെ സുഖിപ്പിക്കുവാനാണോ അവരുടെ മടയിൽ കയറി അവരെ തീർത്തിട്ട് ഈ രാജ്യത്തിലെ വീരനായകർ അടങ്ങിയിരിക്കൂ എന്നുള്ള സന്ദേശമാണ് രാജ്യം തുടർന്ന് അവർക്ക് നൽകിയത്. ഭീകരതയ്ക്ക് കൂട്ടുനിൽക്കുന്ന ഇത്തരം ആളുകൾ മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ഭീകരവാദികൾ തന്നെയാണ്. ഈ രാജ്യം കരുതിയിരുന്നേ മതിയാവൂ എന്ന സന്ദേശമാണ് നമുക്ക് ലഭിക്കുന്നത്. പാകിസ്ഥാനെ സ്നേഹിക്കുന്ന പാകിസ്ഥാനിലെ ജനങ്ങളെക്കാൾ കൂടുതൽ പാകിസ്ഥാനികൾ ഇന്ത്യയിൽ ഉണ്ടോ എന്ന് തോന്നുന്ന വിധത്തിലാണ് സോഷ്യൽ മീഡിയയിലെ നിരവധി പ്രതികരണങ്ങൾ. ആക്രമണത്തിന്റെ ആദ്യഘട്ടത്തിൽ ഇന്ത്യയുടെ 7 വിമാനങ്ങൾ പാകിസ്ഥാൻ തകർത്തു എന്ന് വാർത്ത ചെയ്ത യൂട്യൂബർമാരുടെ ചാനൽ കേന്ദ്ര സർക്കാർ കൂട്ടിക്കെട്ടിയിട്ടുണ്ട്. അനവധി രാജ്യവിരുദ്ധ എക്സ് അക്കൗണ്ടുകളും നിശ്ചലമാക്കി. ഈ രാജ്യത്തിരുന്ന് ഈ രാജ്യത്തിലെ സൗകര്യം അനുഭവിച്ച് തരം കിട്ടുമ്പോഴെല്ലാം ശത്രു രാജ്യത്തിന്റെ വക്താക്കളാകുന്ന ഈ രാഷ്ട്രവഞ്ചകരെ തുറങ്കിൽ അടയ്ക്കുന്നതിന് കേന്ദ്ര സർക്കാർ തുടക്കം കുറിക്കണം. യുദ്ധം പാകിസ്ഥാനെ തീവ്രമായി വേദനിപ്പിക്കുമെന്നും ഇന്ത്യയുടെ തിരിച്ചടി എത്ര കഴുത്തുറ്റതാണെന്നും രാജ്യത്തിന് പുറത്തുള്ള ശത്രുക്കൾ മാത്രമല്ല, രാജ്യത്തെ ശത്രുക്കൾ കൂടി അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. മറിച്ച് ഈ രാജ്യവിരുദ്ധ ശക്തികൾക്കെതിരെ രാജ്യത്തെ ദേശാഭിമാനികളുടെ വൻ മുന്നേറ്റം ഉണ്ടാകേണ്ടത് ഈ രാജ്യത്തിന്റെ നിലനിൽപ്പിന് അത്യന്താപേക്ഷിതമാണ്. ജയ് ഹിന്ദ്.